ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട പാവ് ഭാജിയാണ്. പാവ് ഭാജി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവ് ഭാജി മസാല കഴിക്കും, പാവ് ഭാജി ഉണ്ടാക്കി കഴിക്കും. അപ്പം ഞാൻ ഈ മസാലയുടെ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ചേർത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് എന്തൊക്കെയാണ് പാവ് ഭാജി മസാലയിൽ ചേരുന്ന ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഞാൻ പാവ് ഭാജി ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പാവ് ഭാജി മസാല. പിന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും അതേ രീതിയിൽ തന്നെ ഒരു റെസിപ്പിയും ഉണ്ടാക്കാറില്ല. കാരണം അതങ്ങനെ ഒരുപാട് റെസിപ്പികൾ ഒരുപാട് പേര് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരുപോലെ തന്നെ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഇതും ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. ടേസ്റ്റ് ഒട്ടും കുറയാതെ എന്നാൽ കുറച്ച് മാറ്റങ്ങളോടെയാണ് ഞാൻ ഈ പാവ് ഭാജി. പക്ഷെ പാവ് ഭാജി മസാല അതന്നെ സെയിം ആട്ടോ. ഉണ്ടാക്കുന്ന രീതി മാത്രമേ ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാവ് ഭാജി മസാല ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറയാണ്, എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാവ് ഭാജി ഉണ്ടാക്കാം. ഭാജി നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുക്കർ ചൂടായാൽ അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായാൽ നമ്മൾ ഭാജിയിൽ ബട്ടർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. കുറച്ച് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നെയ്യ് ചേർത്തുന്നേ ഉള്ളൂ. അതിലേക്കൊരു വലിയ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അത് ഒന്നിങ്ങനെ വഴറ്റുക. അതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കം, ഒരു ചെറിയ കഷ്ണം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രം. പിന്നെ ഒരു പച്ചമുളകും, ഗ്രീൻ പീസ് 1/4 കപ്പ്. കുതിർത്ത ഗ്രീൻ പീസാണ്, ഫ്രഷ് ഗ്രീൻ പീസല്ല, കുതിർത്തതാണ്, തലേദിവസം കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്. ഭാജിയിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചിട്ടാണ് ചേർക്കുക. ഞാനിപ്പോൾ വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ് ചേർക്കുക. നമ്മൾ കുക്കറിലാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോയും അതിൽ വെന്തോളും. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് പാവ് ഭാജി മസാല. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് അധികമുണ്ട് ഈ പാവ് ഭാജി മസാലയാകാൻ വേണ്ടിയിട്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, കസൂരി മേത്തി, ഇന്ദുപ്പ്, പിന്നെ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് പൊടിച്ചതാണ്. അതായത് പട്ട, ഗ്രാമ്പ്, ഏലക്ക, വഴണയില ചേർത്ത് പൊടിച്ചതാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്, ഡ്രൈ മാംഗോ പൗഡർ. അതിപ്പോൾ ഞാനിതിൽ ചേർത്തിട്ടില്ല, കാരണം അത് നല്ല പുളിരസമാണ്. അപ്പോൾ നമ്മളൊക്കെ അത് നോക്കിയതിന് ശേഷം, തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നോക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അതും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവ് ഭാജി മസാലയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഡ്രൈ മാംഗോ പൗഡർ, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്. ഇനി ഇതെല്ലാം ഒന്നിങ്ങനെ വഴറ്റി ആ ചൂടിൽ ഈ മസാലകളൊക്കെ ഒന്ന് മൂത്തോളും. ഇനി നമുക്കിത് വേവാൻ ആവശ്യം ഒരുപാട് വെള്ളം വേണ്ട. കാരണം ഭാജി എന്ന് പറഞ്ഞെങ്കിൽ വെള്ളത്തോട് കൂടിയുള്ള കറിയല്ല, നല്ലങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു കറിയാണ്. ചാറിങ്ങനെ കുറുകിയിട്ടുള്ള ഒരു കറിയാണ് ഭാജി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ട്, തീ കുറച്ചിട്ട് നമുക്ക് 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഗ്രീൻ പീസ് വേവും, അതോടൊപ്പം തന്നെ പൊട്ടറ്റോയും വെന്തോളും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എല്ലാതും വെന്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, ഇന്ദുപ്പാണ് ചേർത്തിരിക്കുന്നത്, ബ്ലാക്ക് സോൾട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാതും ഉടച്ചെടുക്കണം, നന്നായി ഉടയ്ക്കണം. പാവ് ഭാജി കഴിച്ചവർക്കറിയാം അതിൻ്റെ മസാല ഇങ്ങനെ നന്നായി ഉടഞ്ഞ് ചേർന്നിട്ടുള്ള നല്ല മസാലയാണ്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് സമയം കുറച്ച് കൂടുതലായി പോയാലും വിഷമിക്കേണ്ട. നമ്മുടെ കറി നന്നായി ഉടച്ചെടുക്കേണ്ടതുകൊണ്ട് പച്ചക്കറി വെന്ത് പോയി എന്നുള്ള വിഷമം വേണ്ട. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് മൂപ്പിക്കണം. കാരണം നോർത്ത് ഇന്ത്യയിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ കടുക് പൊട്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ജീരകമാണ് പൊട്ടിക്കുക. ജീരകത്തിൻ്റെ ഫ്ലേവറാണ് കൂടുതലും അവരുടെ കറികളുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഭാജിയിലും ജീരകത്തിൻ്റെ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക്
ഒരു സവോള ചേർത്ത് കൊടുക്കാം. ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു സവോള ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് നന്നായി ബ്രൗൺ ആവരുത്, ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടണം, എന്നാൽ സവോള വേവുകയും വേണം. ആ പാകത്തിലാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ ഡ്രൈ മാംഗോ പൗഡർ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഈ കറിക്ക് എത്ര പുളിയൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ വരെ മാക്സിമം, അതിനുള്ളിൽ മതി, 1/2 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ നമ്മൾ അതിന് രുചി നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒന്നില്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി വെറുതെ ഒന്ന് ചതച്ചിട്ടാലും മതി. പക്ഷേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കുറച്ചുകൂടെ നല്ലത്, കാരണം നമ്മളെല്ലാതും ഉടച്ചിങ്ങനെ ചേർക്കുകയാണല്ലോ. അപ്പോൾ അതിൽ പിന്നെ ഒരു ഇഞ്ചിയും ഒന്ന് കടിക്കുമ്പോൾ അത്ര സുഖമില്ല. അപ്പോൾ നമുക്ക് പേസ്റ്റ് തന്നെയാണ് നല്ലത്. അപ്പോൾ അത് നമ്മൾ 1 ടീസ്പൂൺ ചേർത്തു. ഇനി ഇതിൻ്റെ എല്ലാതിൻ്റെയും പച്ചമണം മാറിയാൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഗ്രീൻ പീസ് കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. പിന്നെ നമ്മളിതിൽ ഉപ്പും ചേർത്തിട്ടില്ല. നമ്മൾ ഗ്രീൻ പീസ് കൂട്ട് വേവിക്കുമ്പോൾ ഗ്രീൻ പീസ് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. അത് നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്ദുപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷെ അതല്ല, നമുക്ക് സാധാരണ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ വരെ ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം നോക്കിയിട്ട്. അപ്പം ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അത് മതി, പക്ഷേ നമ്മൾ ഓരോരുത്തരുടെ ഉപ്പിൻ്റെ പാകം അനുസരിച്ചിട്ട് എല്ലാവരും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തു. മല്ലിയിലയുടെ ഫ്ലേവർ ഭാജിക്ക് വളരെ അത്യാവശ്യമാണ്, കാരണം മല്ലിയില എന്തായാലും വേണം കേട്ടോ നമ്മുടെ പാവ് ഭാജി ഉണ്ടാക്കുമ്പോൾ. ഇനി അവസാനം ഒന്നില്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബട്ടറോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ചൂടിൽ അതിങ്ങനെ ഉരുകി കറിയോട് ചേരും. ഇപ്പോൾ നമ്മുടെ ഭാജി റെഡിയായി. ഇനി നമുക്ക് പാവ് റെഡിയാക്കാം. പാവ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാവ് എടുക്കാം. പാവ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടു ഇങ്ങനെ മുറിക്കണം. പാവിൻ്റെ നടു മുറിച്ചിട്ട് നമുക്ക് ഈ നെയ്യിൽ അത് എത്ര മൊരിക്കണം നിങ്ങൾക്ക് തീരുമാനിക്കട്ടെ. ചിലർക്ക് ഇങ്ങനെ നല്ല മുരിഞ്ഞ് വരുന്ന ഇഷ്ടമല്ല, വെറുതെ ഇങ്ങനെ നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടിയാൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആക്കുക. അല്ലെങ്കിൽ 2 ഭാഗവും ഒന്നിങ്ങനെ നെയ്യിൽ മൊരിച്ചെടുക്കുക. അതാണ് ശരിക്കും ഈ പാവിന് ടേസ്റ്റ് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും അവരവരുടെ രുചിക്കനുസരിച്ച് എന്തായാലും ബട്ടറിലോ നെയ്യിലോ പാവിനെ ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ പാവും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, ഭാജിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. അതിൻ്റെ ഒപ്പം നമ്മൾ സവാള ചെറുതായി മുറിച്ചതും പിന്നെ മല്ലിയിലയും ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ രുചി. അപ്പോൾ അങ്ങനെ തന്നെ കഴിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നമ്മൾ പാവ് ഭാജി മസാല നമ്മൾ നോൺ വെജിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാക്റ്റ് റെസിപ്പി ഉണ്ട്. വെജ് നമ്മുടെ പൊട്ടറ്റോ പിന്നെ കോളിഫ്ലവർ ചിലർ ചേർക്കും, പിന്നെ ഗ്രീൻ പീസ് എല്ലാം കൂടി ചേർത്തിട്ട് അത് തന്നെയാണ് പാവ് ഭാജി. അതിൽ പിന്നെ നമുക്ക് അത് വെച്ച് ചെയ്യുക ഇത് വെച്ച് ചെയ്യുക അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് എല്ലാവരുടെയും പ്രിയപ്പെട്ട വിഭവമാണ്. ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറി അത് വേറൊരു സംഭവമായി മാറും. അപ്പം നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.